ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ പാല് കുടിച്ചുകൊണ്ടിരിക്കുന്ന ആട്ടിന് കുഞ്ഞുങ്ങൾ പെട്ടെന്നൊരു ദിവസം അത് കുടിക്കാതായി കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്നാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ ഇത് നമ്മുടെ പൊന്നൂൻ്റെ 2 കുഞ്ഞുങ്ങളാണ് ഇവിടെ ഉള്ളത് കേട്ടോ. അപ്പോൾ അതിൽ ഇവനാണ്, ഈ വെളുത്ത കുഞ്ഞിന് പെട്ടെന്ന് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. നമ്മൾ വൈകുന്നേരം കൂട്ടിലോട്ടാക്കുമ്പോൾ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. രാവിലെ തുറന്നു വിട്ടപ്പോൾ പാല് കൂടി അങ്ങ് പെട്ടെന്ന് നിർത്തുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്ത് നോക്കി, പക്ഷേ ഒരു മാറ്റമില്ല. ഈ ഒരു കിടപ്പ് മാത്രം. പിന്നെ തൂങ്ങി പിടിച്ച പോലെ അങ്ങ് നിന്നുട്ടോ. 3-4 ദിവസം എടുത്തു ഇത് മാറ്റി എടുക്കാനായിട്ട്. പെട്ടെന്ന് പാല് കൂടി നിർത്തിയാൽ നമ്മൾ ചെയ്യേണ്ടത്, പാല് എങ്ങനെയും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം. ഇവന് പ്രായം 20 ദിവസം ആയിട്ടേ ഉള്ളൂ കേട്ടോ. ഒരു 20 ദിവസം ആയപ്പോഴാണ് ഇങ്ങനെ വന്നത്. ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, പെട്ടെന്ന് ഇങ്ങനെ ആവുകയാണ് ചെയ്തത് കേട്ടോ, ഒരൊറ്റ ദിവസം കൊണ്ട്. അപ്പോൾ ഇങ്ങനെ തൂങ്ങി പിടിച്ച് നിൽക്കും, അതുപോലെ കോഴിയൊക്കെ തൂങ്ങിയ പോലെ അങ്ങനെ നിൽക്കും. അപ്പം ഞാൻ ചെയ്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എനിക്കറിയാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ, അയമോദകം ഒക്കെ ഞാൻ വറുത്ത് ഇതുപോലെ ചെറുതായിട്ട് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് അതിൻ്റെ വെള്ളം ഞാൻ അരിച്ചിട്ട് കൊടുത്തു നോക്കിയിട്ട്, വയറിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ. പിന്നെ കൂടുതൽ വീര്യം കൂടിയ മരുന്നുകൾ കൊടുക്കാൻ പാടില്ല. കുഞ്ഞു കുട്ടിയാണ്, ദിവസങ്ങൾ മാത്രമേ പ്രായമായിട്ടുള്ളൂ, 1 മാസം പോലും ആയിട്ടില്ല. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഡോസേ നമ്മൾ കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ അതുകൊണ്ടൊന്നും പ്രത്യേകിച്ചൊരു മാറ്റം ഉണ്ടായില്ല. പിന്നെ ചെറിയ കുട്ടികൾക്ക് കൊടുക്കുന്ന മറ്റേ കുപ്പിമരുന്നുണ്ടായിരുന്നു പനിയുടെ. അപ്പോൾ ഞാൻ പനിയാണെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ കൊടുത്തു നോക്കി, അതുകൊണ്ടും മാറ്റം ഉണ്ടായില്ല. പനി അല്ലായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ 2 ദിവസം ഇതേപോലെ നിന്നപ്പോൾ ഞായറാഴ്ചയും നമ്മുടെ ഇവിടെ വെറ്റിനറി ഉണ്ട്, പ്രൈവറ്റാണ് കേട്ടോ. നമ്മുടെ വാണിയംകുളത്ത് പെറ്റ് വേർഡ് എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റലുണ്ട് കേട്ടോ. അതിൽ ഒരുപാട് മൃഗങ്ങളെയൊക്കെ കൊണ്ടുവരാറുണ്ട്. അപ്പോൾ ഞാൻ അവിടേക്ക് വണ്ടി വിളിച്ച് കൊണ്ടുപോയി. ഡോക്ടർ പനി ചെക്ക് ചെയ്തു, പനിയൊന്നുമില്ല. അതുപോലെ കാസ്റ്റൻ്റെ ടെസ്റ്റ് ചെയ്തു കേട്ടോ. കാസ്റ്റൻ ടെസ്റ്റ് ചെയ്തപ്പോൾ വിരയുടെ ചെറുതായിട്ടൊരു ഇതുണ്ട് എന്നുള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ ദഹനത്തിൻ്റെ ഒരു ചെറിയ ഇതിനാണ് ഡോക്ടർ നമുക്ക് മരുന്ന് എഴുതി തന്നത് കേട്ടോ. അപ്പോൾ അത് 2 നേരം കൊടുക്കാനായിട്ട് ഒരു ചെറിയ പാക്കറ്റ് പൊടിയാണ് കേട്ടോ. ചെറിയ നമ്മുടെ വിരലിൻ്റെ അത്ര പോകുന്ന ചെറിയ പാക്കറ്റ് പൊടി. അപ്പോൾ അത് ഞാൻ ഇതിൽ കാണിക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഓരോ ആടുകൾക്കും ഓരോ രീതിയിലായിരിക്കും, നിങ്ങൾ വെച്ചുകൊണ്ടിരിക്കരുത്. അതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. പിന്നെ പാല് എങ്ങനെയും അകത്താക്കണം. ഒരുപാട് അവർ കുടിക്കുന്ന അത്രയും നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ കുടിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് വെച്ചാൽ ഇറക്കുന്നില്ല. ഈ ഒരു കുട്ടി കാണിച്ചത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പാല് എങ്ങനെയും കൊടുക്കുമ്പോൾ ഒരു തുള്ളി അകത്തോട്ടങ്ങ് പെടുമ്പോൾ അങ്ങോട്ട് കുടഞ്ഞിട്ട് ഭയങ്കര വേദനയൊക്കെയുള്ള പോലെ അങ്ങനെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ലാസ്റ്റ് അവൻ്റെ അസുഖമൊക്കെ മാറിയിട്ടുണ്ട്. പൂർണ്ണമായിട്ടും അവനെ മാറ്റിയെടുക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ പാല് കറക്റ്റായിട്ട് തന്നെ കൊടുത്തു കേട്ടോ. ഫുള്ളായിട്ടും അവൻ ഒരു ദിവസം കുടിച്ചിരുന്ന പാല് എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല. എന്നാലും അവൻ്റെ ജീവൻ നിലനിർത്താനുള്ള ആ ഒരു ഇത് 2 നേരം 3 നേരം 4 നേരം വെച്ചിട്ട് ഞാൻ സിറിഞ്ച് ഉപയോഗിച്ചിട്ടാണേലും ചെറിയ ഗ്ലാസ് ഉപയോഗിച്ചിട്ടാണ് വായിൻ്റെ ഒരു സൈഡിലൂടെ കൊടുത്ത്, അങ്ങനെ അവന് തുള്ളും, അതുപോലെ കരയും, ഉറക്ക കരയും ഒക്കെ ചെയ്യും. എന്നാലും ഞാൻ പിടിച്ച് മടിയിലിരുത്തിയിട്ട്, നമ്മൾ പിടിച്ച് നിർത്തരുത്. അതിനേക്കാളും സുഖം നമ്മളൊരു കസേര ഇട്ടിട്ട് ഇരുന്നിട്ട് മടിയിൽ വെച്ചിട്ട് നമ്മൾ പാല് കൊടുക്കുന്നതാണ് കേട്ടോ. 3-4 നേരം നമ്മൾ പാല് കറക്റ്റായിട്ട് കൊടുക്കുക. ഒരുപാടൊന്നും കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും അവരുടെ ആ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് കൊടുത്തേ പറ്റുള്ളൂ. അതല്ലെങ്കിൽ ഗ്ലൂക്കോസിൻ്റെ അളവൊക്കെ കുറവായി പോയാൽ പിന്നെ അവർ കിടന്നു പോകും. പിന്നെ അതിൽ നിന്ന് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ചെറിയ കുഞ്ഞുങ്ങൾക്ക് എന്ത് അസുഖം വന്നാലും മരുന്ന് കൊടുക്കുന്നതോടൊപ്പം തന്നെ പാല് കറക്റ്റായിട്ട് കൊടുക്കണം. പാലിൻ്റെ അളവ് കുറച്ച് കുറഞ്ഞാലും അവരുടെ ആ ഒരു ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയുള്ള പാല് നമ്മൾ എന്തായാലും അകത്താക്കിയിരിക്കണം. അപ്പം ഞാൻ അതുപോലെ ചെയ്തു. പിന്നെ ഡോക്ടറെ കാണിച്ചിട്ട് ഒരു പൊടി മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. പിന്നെ വിരമരുന്ന് കൊടുക്കാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ 1 ml വിരമരുന്നാണ് ഇവന് കൊടുത്തത് കേട്ടോ. മുട്ടൻകുട്ടിയാണ് നമ്മുടെ പൊന്നുവിൻ്റെ. ഇപ്രാവശ്യത്തെ 2 മുട്ടൻകുഞ്ഞുങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 1 മാസമായി. ഇത് കുറച്ച് മുമ്പ് എടുത്തു വെച്ച വീഡിയോ ആണ് കേട്ടോ, കുറച്ച് ദിവസമായി. അപ്പോൾ ഞാൻ ആ മരുന്ന് കാണിക്കാത്തത്, അത് വയറിളക്കത്തിനും അതുപോലെ വയറിൻ്റെ അസുഖമൊക്കെ മാറാനായിട്ടുള്ള ഒരു തരം പൊടിയാണ് കേട്ടോ. അത് ഞാൻ കാണിക്കാത്തത്, പല പ്രായക്കാർക്കും പല രീതിയിലായിരിക്കും അസുഖങ്ങളും അതിന് മരുന്ന് കൊടുക്കേണ്ടതൊക്കെ ആയിട്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഡോക്ടറെ കാണിച്ചിരിക്കണം, വെച്ചുകൊണ്ടിരിക്കരുത്. എന്ന് വെച്ചാൽ കിടന്നു പോയാൽ പിന്നെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ആ പൊടി കൊടുത്തതും ഒരു 2.5 ml ഒക്കെ സിറിഞ്ചിൽ പാല് കയറ്റിയിട്ട് ആ പാലങ്ങ് ഒരടപ്പിലേക്ക് ഇതാക്കും. പിന്നെ ആ പൊടിയും കൂടെ ചേർത്ത് നല്ലോണം മിക്സാക്കിയിട്ട് അങ്ങനെ ഞാൻ പാലിൽ കലക്കിയിട്ടാണ് കൊടുക്കാറുള്ളത് കേട്ടോ. ആടിൻ്റെ പാൽ തന്നെ കറന്നിട്ട് എങ്ങനെയും പാല് അകത്താക്കിയിരിക്കണം. എന്നാൽ പിന്നെ അവർ പെട്ടെന്ന് ക്ഷീണിച്ച് പോവില്ല. 2-3 ദിവസം പാൽ കുടിക്കാത്തതിൻ്റെ ആ ഒരു ക്ഷീണമൊക്കെ ഉണ്ടാവും. എന്നാലും അത് മാറിക്കഴിഞ്ഞാൽ പിന്നെ ഉഷാറായിട്ട് പാൽ കുടിക്കും. ഇപ്പം പാൽ കുടിക്കാതെ നിന്നു കേട്ടോ. 3-4 ദിവസം ഞാൻ സിറിഞ്ച് ഉപയോഗിച്ചിട്ടും അതുപോലെ ചെറിയ ഗ്ലാസ് ഉപയോഗിച്ചിട്ടൊക്കെ വായിൻ്റെ സൈഡിലൂടെ കൊടുത്തിട്ട് അങ്ങനെയാണ് ഇവനെ ഞാൻ രക്ഷപ്പെടുത്തിയെടുത്തത്. ഇപ്പോൾ അൽഹംദുലില്ലാ കുഴപ്പമില്ല, മാറി ഏകദേശം പഴയ ആ ഒരു രീതിയിലേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട്.
അപ്പോൾ എന്തായാലും നിങ്ങൾ അടുത്തുള്ള വെറ്റിനറിയിൽ കൊണ്ടുപോകണം. പിന്നെ അവിടെ നിന്ന് 2 ഇഞ്ചക്ഷനും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസം മുതൽ തന്നെ ചെറിയൊരു മാറ്റം തുടങ്ങി. പിന്നെ അതിന് പിറ്റേ ദിവസം കുറച്ചും കൂടി ഒരു മാറ്റം. അങ്ങനെ പതിയെ പതിയെയാണ് മാറ്റിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. പെട്ടെന്ന് തന്നെ ഒരു മാറ്റം ഉണ്ടാവില്ല കേട്ടോ. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നല്ലപോലെ ശ്രദ്ധിക്കണം. പിന്നെ ഇവന് ഞാൻ കുപ്പിയിലും കൊടുക്കാറുണ്ടായിരുന്നു. ഈ അസുഖം വന്നു കഴിഞ്ഞപ്പോൾ ഇവൻ കുപ്പിയിൽ കുടിക്കൂല. അതുപോലെ ഒന്നും ചെയ്യില്ല. അകിടിയിൽ നിന്ന് നമ്മൾ വെച്ച് കൊടുത്താൽ ഇവനത് ഈമ്പി എടുക്കാനുള്ള പാല് കുടിക്കാനുള്ള ആ ഒരു ശക്തി ഇല്ലാത്തൊരു ഇതിലായിരുന്നു കേട്ടോ. മുട്ടി കുടിക്കാൻ ഒന്നിനും കഴിയില്ല. അപ്പോൾ ആ ഒരു രീതിക്ക് പെട്ടെന്ന് രാത്രിയിൽ ഒരു കുഴപ്പമില്ലാത്ത കുട്ടികൾ രാവിലെ ആകുമ്പോഴേക്കും ഇങ്ങനെ, അതല്ല ഒരു നേരത്തെ വ്യത്യാസം കൊണ്ട് പെട്ടെന്ന് പാല് കുടി മാറ്റുക. എന്തെങ്കിലുമൊക്കെ കടിക്കുമ്പോൾ ചിലപ്പോൾ വായിലോട്ടാവുക, അതുപോലെ നാവോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമായിട്ടുണ്ടാവും ചിലപ്പോൾ. അപ്പോൾ നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കുക. പാല് എങ്ങനെയെങ്കിലും അവർ കരഞ്ഞോട്ടെ പെടഞ്ഞോട്ടെ എന്താണെങ്കിലും പാല് അവർക്ക് കറക്റ്റായിട്ട് കൊടുക്കുക. അതോടൊപ്പം ഡോക്ടറെ കാണിച്ചിട്ട് ആ മരുന്നും കൂടെ ആകുമ്പോൾ അവരെ നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കാനായിട്ട് പറ്റും. നിങ്ങൾ എന്തായാലും വെച്ചുകൊണ്ടിരിക്കരുത് കുഞ്ഞു കുട്ടികൾക്ക് അസുഖം വന്നാൽ. പിന്നെ ഇതോടൊപ്പം തന്നെ ലൂസ് മോഷനായിട്ട് പോവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇവന് ഒരു ദിവസം പാല് കുടിച്ചില്ല. അപ്പോൾ പാലിൻ്റെ അളവ് കുറവായപ്പോൾ തന്നെ ലൂസ് മോഷനായി തുടങ്ങുകയും ചെയ്തു. അപ്പോൾ നമ്മൾ ലൂസ് മോഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ടും ആ വയറിൻ്റെ പ്രശ്നം മാറാനായിട്ടൊക്കെ ഉള്ള ഒരു തരം പൊടിയാണ് കേട്ടോ തന്നിട്ടുള്ളത്. അതിൻ്റെ പേര് ഞാൻ ഇതിൽ കാണിക്കാത്തത്. നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് അത് വാങ്ങിക്കൊടുക്കാൻ പാടില്ല. എന്തായാലും ഡോക്ടറെ കാണിക്കണം. നമ്മുടെ ആട്ടിൻകുഞ്ഞുങ്ങളുടെ അസുഖം അവരോട് നേരിട്ട് പറഞ്ഞ് അതിനുള്ള മരുന്ന് കൊടുക്കണം. എന്നാലേ അത് മാറുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. പ്രത്യേകിച്ചും നമ്മുടെ ഈ ഒരു വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ കുഞ്ഞു കുട്ടികൾക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണിക്കണം. അതുപോലെ പാല് കറക്റ്റായിട്ട് കൊടുക്കുക. അതോടൊപ്പം മരുന്നും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അവർ അസുഖങ്ങളൊക്കെ മാറ്റി നമുക്ക് ഉഷാറാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഒക്കെ സപ്പോർട്ട് ചെയ്യുക. പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങൾക്ക് നല്ല ആയുർവേദിക് ലിവർ ടോണിക്കുകൾ അതുപോലെ പാൽക്കുപ്പി അങ്ങനെയൊക്കെ ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കാട്ടോ. വീഡിയോയുടെ താഴെ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതിലൊന്ന് കയറി നോക്കണോ. അതിലൊരുപാട് പ്രൊഡക്റ്റുകളുണ്ട്. കർഷകർക്ക് ഉപകാരപ്പെടുന്നതും വീട്ടാവശ്യത്തിനുള്ളതും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും അതിൽ കയറി നമ്മുടെ അഡ്രസ്സ് മാത്രം കൊടുത്താൽ മതി കേട്ടോ. ഏതാണ് സാധനം എന്ന് വെച്ചാൽ വീട്ടിൽ കൊണ്ടുവന്ന് തരുന്നതാണ്. അപ്പോൾ നമ്മുടെ വളർത്തു മൃഗങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് ഇഷ്ടത്തോടെ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക്